നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ്. പ്രത്യേകിച്ച് ഒരു വാഹനം ഓടിച്ച് തുടങ്ങുന്ന തുടക്കക്കാർക്ക് പ്രത്യേക പേടിയാണ്. ലെഫ്റ്റ് സൈഡ് തട്ടുമോ റൈറ്റ് സൈഡ് തട്ടുമോ എന്നുള്ള പേടിയാണ്. ലെഫ്റ്റ് സൈഡ് ആളിനെ തട്ടാതെ വാഹനത്തെ തട്ടാതെ കൃത്യമായിട്ട് എങ്ങനെ ജഡ്ജ് ചെയ്ത് ഞാൻ ഓടിച്ച് തന്നെ കൃത്യമായിട്ട് ജഡ്ജ് ചെയ്യാൻ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും തുടക്കക്കാർക്ക് യൂസ്ഫുൾ ആവും. അറിയാവുന്നവരാരും ഇത് കാണുന്നില്ല, നിങ്ങൾക്ക് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്തതാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, യൂട്യൂബ് വഴിയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നമ്മൾ പുതിയതായിട്ട് ഫേസ്ബുക്കും ഇൻസ്റ്റയും തുടങ്ങുന്നത്, നിങ്ങൾ അതുവഴിയാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. വീഡിയോ കണ്ടിട്ടാൽ വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കരുത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു മറ്റുള്ളവർക്കും ഉപകാരപ്പെടും. അങ്ങനെയുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവർക്ക് കൊടുത്ത് ഷെയർ ചെയ്യുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അതായത് ഇപ്പൊ നമ്മുടെ മുൻപിൽ ഒരു വാഹനം നമ്മൾ കിടക്കുന്ന സമയത്ത് നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ ഒരു കാരണവശാലും ഇപ്പൊ നമ്മൾ നേരെ പോയി കഴിഞ്ഞാൽ വണ്ടി തട്ടും. ഇപ്പൊ ഈ വണ്ടി നമ്മുടെ തട്ടാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടി കണ്ടില്ല ഈ ഒരു ഭാഗത്തേക്ക് നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ സെന്റർ നോക്കിയത്. പലരും ഈ സെന്റർ നോക്കി ഓടിക്കുമ്പോൾ പലർക്കും പല പല നീളത്തിന്റെ വ്യത്യാസങ്ങൾ വരാം. അപ്പൊ നിങ്ങൾക്ക് സെന്റർ നോക്കിയിട്ട് കൃത്യമായിട്ട് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും സെന്റർ നോക്കാതെ സ്വല്പം എന്ത് ചെയ്യണം, ഈ റൈറ്റ് സൈഡിലോട്ടൊന്ന് മാറ്റി ഒരു ജഡ്ജ് ചെയ്യുക. ജഡ്ജ് ചെയ്ത് വെച്ചതിന് ശേഷം ഈ ഒരു ഭാഗത്ത് എന്തെങ്കിലും നിങ്ങൾ ഒട്ടിച്ച് വെക്കുക, കാരണമൊക്കെ ചെയ്യുക. ഇപ്പൊ എന്റെ ഒട്ടിക്കാൻ സാധനം ഇല്ലാത്തതുകൊണ്ട് ഞാൻ കാണിക്കാം, കൈ വെച്ച് തന്നെ ഞാൻ കാണിക്കാം. ഇപ്പൊ ഞാൻ ഈ ഒരു ഭാഗത്ത് ജഡ്ജ് ചെയ്ത് കണ്ട. ഇപ്പൊ ഈ ഒരു ഭാഗത്ത് ജഡ്ജ് ചെയ്യുമ്പോൾ നമ്മൾ നേരെ പോയി കഴിഞ്ഞാൽ ഈ വണ്ടി തട്ടും. അപ്പൊ ഈ വണ്ടിയെ തട്ടാതെ നമ്മുടെ വണ്ടി പോകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ മുൻപോട്ട് എടുക്കും തോറും ആ വണ്ടി ഇവിടെ ആക്കണം. നമ്മൾ ഇതിന്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട് വണ്ടി തട്ടുന്നത് കണ്ട. ഇപ്പൊ ഈ വണ്ടി കിടക്കുമ്പോൾ ഇതിന്റെ ഉള്ളിലാണ്. ഇപ്പൊ ഈ കിടക്കുന്ന വണ്ടിയെ നമ്മൾ പുറത്ത് ചാടിക്കണം. അപ്പൊ ഞാൻ ഇങ്ങനെ ഉദാഹരണം ഞാൻ വണ്ടി എടുത്ത് കാണിച്ചു തരാം. ഫസ്റ്റ് ഇട്ട് ഹാൻഡ് ബ്രേക്ക് മാറ്റി മിററിൽ നോക്കി കണ്ട. ഞാൻ ഈ ഭാഗത്ത് കൈ വെക്കുന്നു. ഞാൻ മുൻപിലോട്ട് എടുക്കും തോറും കണ്ട എന്റെ പുറത്തേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ വണ്ടിയെ തട്ടത്തില്ല കണ്ട. അപ്പൊ നമ്മൾ പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് ഒരുപാട് വൈഡ്, അതായത് കിടക്കുന്ന വണ്ടി റോഡിന്റെ ലെഫ്റ്റ് സൈഡിലാണ്. അപ്പൊ നമ്മൾ ഈ ഭാഗം ഒരുപാട് റോഡിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി എങ്ങോട്ട് പോയെന്നർത്ഥം, റൈറ്റിലേക്ക് പോയെന്നർത്ഥം. അപ്പൊ നമ്മൾ നമ്മുടെ സൈഡ് ഇത് തന്നെയാണ്. അപ്പൊ ഈ വണ്ടിയുമായിട്ട് നമ്മൾ ഒരുപാട് എന്ത് ചെയ്യരുത്, അകന്നു പോവുകയും ചെയ്യരുത്. ഈ വണ്ടിയെ തന്നെ തട്ടാത്ത രീതിയിൽ നമ്മളെ പുറത്തായിരിക്കും വേണം. എന്നാൽ ഒരുപാട് ഗ്യാപ്പുമായി പോകരുത്. ഗ്യാപ്പ് ആയി കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി അങ്ങോട്ട് പോയെന്നർത്ഥം. അപ്പൊ ഇതാണ് നമ്മുടെ സൈഡ് തന്നെ. അപ്പൊ ഒരുപാട് ഗ്യാപ്പ് പോകാതെ വേണം കണ്ട അങ്ങോട്ട് കയറി നമുക്കൊരു ജഡ്ജ്മെന്റ് കറക്റ്റായിട്ട് കിട്ടി. അപ്പൊ ഇതേ രീതിയിൽ തന്നെ ഇങ്ങനെ കറക്റ്റായിട്ട് എടുത്തു കഴിഞ്ഞാൽ കണ്ട നമുക്ക് ആ വണ്ടിയെ തട്ടാതെ തന്നെ ഇങ്ങനെ കറക്റ്റായിട്ട് പോകാം. എന്റെ വണ്ടി നമ്മുടെ വണ്ടി നമ്മുടെ സൈഡിൽ തന്നെയാണ്, അങ്ങോട്ട് പോയിട്ടുമില്ല. കൃത്യമായിട്ട് ലെഫ്റ്റ് സൈഡ് ജഡ്ജ്മെന്റ് ചെയ്ത് ഇങ്ങനെ കൃത്യമായിട്ട് പോവാം. കണ്ട മുൻപിലുള്ള ആളിനെ തട്ടാതിരിക്കണമെങ്കിലും നമ്മുടെ ആൾ എന്ത് ചെയ്യണം, ഇതിന് പുറത്തായാൽ മതി കണ്ട. ഇതിന് പുറത്തായി കഴിഞ്ഞാൽ ആളിനെ തട്ടത്തില്ല, നമ്മുടെ വണ്ടി അങ്ങോട്ട് പോകുന്നുമില്ല, അകന്ന് പോകുന്നുമില്ല, നമ്മുടെ സൈഡിൽ തന്നെയാണ്. എന്നല്ലേ ഇപ്പൊ ഇതുപോലെ വീണ്ടും കണ്ട വണ്ടി ഇത്രയും കാണുന്നു കണ്ട, ഞാൻ ഇത്രയും ഓടിക്കുന്നു കണ്ട. ആ വണ്ടി തട്ടാതെ തന്നെ നമുക്ക് ഇതുപോലെ എടുക്കാൻ കഴിയുന്നതാണ്. ഇങ്ങനെ കാണുന്ന വീഡിയോസ് കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ്. തനിയെ വാഹനം ഓടിക്കാൻ പേടി അങ്ങനെയുള്ളവരാണ് എന്നെ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സാപ്പിനോട് ബന്ധപ്പെടാം. ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞു തരുന്നത്. ഞാൻ ഉറപ്പ് തരുന്ന ഗ്യാരണ്ടി എന്ന് നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിച്ചിരിക്കും. അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. പലരും നമ്മളെ മടിപ്പിക്കും, ഈ ഒരു പ്രായത്തിൽ പറ്റില്ല, ലൈസൻസ് എടുത്തിട്ട് പ്രാക്ടീസ് പോയതല്ല, പ്രായം കൊണ്ട് നിർത്തിക്കും. നമ്മുടെ ചുറ്റിനും നോക്കിയാൽ തന്നെ അറിയാം 75-80 വയസ്സുള്ള അപ്പച്ചന്മാർ പോലും വാഹനം ഓടിക്കുന്നത്. പിന്നെ നമ്മൾ ഈ ലൈസൻസും കൈവച്ച് വാഹനം വിടേണ്ട എന്തുകൊണ്ട് പേടിച്ചിരിക്കുന്നു? നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? എന്റെ ജില്ല ഏതാണ് കരുതേണ്ട, നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നടത്തും. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തൊരു യൂസ്ഫുൾ ആയി എന്നുള്ളതും അത് കമന്റായിട്ട് തന്നെ രേഖപ്പെടുത്താം. ഞാൻ തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസ് ആണ്. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളും ഇന്നൊരു വീഡിയോ ചെയ്യുന്ന കമന്റ് ബോക്സിൽ വന്ന് ചോദിച്ചാൽ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ഒരു മടിയും കാണിക്കേണ്ട, നാണം വിചാരിക്കേണ്ട. എന്ത് സംശയം ഡ്രൈവിംഗ് സംബന്ധമായിട്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. നിങ്ങൾ എന്താ യൂസ്ഫുൾ ആയെന്നുള്ളത് കമന്റായിട്ട് തന്നെ രേഖപ്പെടുത്തുക. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.